കേരളത്തിന്റെ അതിരാവിലെകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ നമ്മൾ സ്ഥിരമായി കാണുന്ന ചില കാഴ്ചകളുണ്ട്. തോളിൽ ഒരു ചെറിയ ബാഗും തൂക്കി കയ്യിലൊരു ചായക്കപ്പുമായിട്ട് കൂട്ടമായിട്ട് ജോലിക്ക് പോകുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ. നമ്മൾ അവരെ സ്നേഹത്തോടെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കും. സാധാരണ ഭാഷയിൽ നമ്മുടെ സ്വന്തം ഭായിമാർ. കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലും വികസന കുതിപ്പിലും പ്രവാസി മലയാളി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച സൈലന്റ് ഫോഴ്സ് ആണ് ഈ മനുഷ്യർ. പക്ഷേ കഴിഞ്ഞ കുറച്ചു നാളുകളായി നമ്മുടെ തൊഴിലിടങ്ങളിലും തെരുവുകളിലും ഈ മുഖങ്ങൾ കാണാനില്ല. നിർമ്മാണ സൈറ്റുകൾ നിശ്ചലമാണ്. ഹോട്ടലുകൾ ബുദ്ധിമുട്ടുന്നു. ഫാക്ടറികളിൽ പ്രൊഡക്ഷൻ പകുതിയായി കുറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർശനമായ സുരക്ഷാ പരിശോധനകളും SIR നടപടികളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില കടുത്ത വ്യാജ വാർത്തകളും കാരണം നാട്ടിലേക്ക് മടങ്ങിയ തൊഴിലാളികൾ ഇനി കേരളത്തിലേക്ക് തിരിച്ചു വരാൻ മടിക്കുകയാണ്. ഭായിമാർ ഇനിയും മടങ്ങിയെത്തിയില്ല എങ്കിൽ കേരളത്തിന് കടുത്ത പണി കിട്ടും. നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു ഇക്കണോമിക് ആൻഡ് ലേബർ ക്രൈസിസിലേക്കാണ് കേരളം നീങ്ങുന്നത്. ഇത് നിങ്ങളുടെ വീട് പണിയെ, നിങ്ങളുടെ പോക്കറ്റിനെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് നടത്താം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് കേരളം ഈ അതിഥി തൊഴിലാളികളുടെ ഒരു ഹബ്ബായി മാറിയത് എന്നതാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടയിൽ മലയാളിക്ക് കൈവന്ന ഉയർന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഗൾഫ് പണത്തിന്റെ ഒഴുക്കും നമ്മുടെ തൊഴിൽ സങ്കല്പങ്ങളെ പാടെ മാറ്റിമറിച്ചു. കഠിനാധ്വാനവും ശാരീരിക അധ്വാനവും ആവശ്യമായ ബ്ലൂ കോളർ ജോബ്സ് ചെയ്യാൻ പ്രാദേശികമായി ആളുകളെ കിട്ടാതെയായി. മലയാളിക്ക് വൈറ്റ് കോളർ ജോലികളോടായി താല്പര്യം. കൃത്യമായി ഈ ഗ്യാപ്പിലേക്കാണ് ഇന്ത്യയുടെ വിവിധ ഉത്തരേന്ത്യൻ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഒഴുകിയെത്തിയത്. ബീഹാർ, പശ്ചിമബംഗാൾ, ഒഡീഷ, അസം, ഉത്തർപ്രദേശിലെ ചില ഭാഗങ്ങൾ, ഇവിടെയൊക്കെയുള്ള സാധാരണക്കാർക്ക് കേരളം ഒരു ഗൾഫ് പോലെയായിരുന്നു. കാരണം അവരുടെ നാട്ടിൽ കിട്ടുന്നതിന്റെ 3 ഇരട്ടി വേതനവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളുമാണ് കേരളം നൽകിയത്. ഇന്ന് കേരളത്തിലെ കൺസ്ട്രക്ഷൻ മേഖല മാത്രമല്ല, അഗ്രികൾച്ചർ, ഹോട്ടലുകൾ, ടെക്സ്റ്റൈൽസ്, പ്ലൈവുഡ് കമ്പനികൾ, എന്തിന് നമ്മുടെ വീട്ടുജോലികൾ വരെ ഇവരെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഒരു കണക്ക് പ്രകാരം 30 ലക്ഷത്തിലധികം അതിഥി തൊഴിലാളികളാണ് കേരളത്തിലുള്ളത്. ഈ ചങ്ങലയിലെ ഒരു കണ്ണി പൊട്ടിയാൽ അത് കേരളത്തിന്റെ ടോട്ടൽ സിസ്റ്റത്തെ ബാധിക്കും. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലേബർ ക്ഷാമത്തിന്റെ ഏറ്റവും വലിയ പ്രഹരം ഏറ്റിരിക്കുന്നത് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയായ കൺസ്ട്രക്ഷൻ സെക്ടറിനാണ്. സംസ്ഥാനത്തുടനീളം ആയിരക്കണക്കിന് വീടുകളുടെയും വാണിജ്യ സമുച്ചയങ്ങളുടെയും വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളുടെയും പണികളാണ് തൊഴിലാളികളെ കിട്ടാത്തതിനാൽ പാതി വഴിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. സാധാരണയായിട്ട് ഒരു വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ടൈം ബൗണ്ടായി തീർത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ബേർഡൻ വളരെ വലുതാണ്. ബാങ്ക് ലോൺ എടുത്തും ജീവിത സമ്പാദ്യം മുഴുവൻ എടുത്തും വീട് പണിയുന്ന സാധാരണക്കാർക്ക് ഈ ഡിലേ വലിയൊരു കെണിയായി മാറുന്നുണ്ട്. ദിവസേന പൂർത്തിയാക്കേണ്ട ജോലികൾ ആഴ്ചകളോളവും മാസങ്ങളോളവും നീണ്ടുപോകുമ്പോൾ കോൺട്രാക്ടർമാർക്ക് വൻ സാമ്പത്തിക നഷ്ടമാണ് സംഭവിക്കുന്നത്. ഇത് വിപണിയിൽ മറ്റൊരു കടുത്ത മത്സരത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ അവശേഷിക്കുന്ന കുറച്ച് തൊഴിലാളികളെ സ്വന്തം സൈറ്റുകളിലേക്ക് എത്തിക്കാൻ കോൺട്രാക്ടർമാർ പരസ്പരം മത്സരിച്ച് കൂടുതൽ വേതനവും ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. ഇത് സ്വാഭാവികമായും ബിൽഡിംഗ് കോസ്റ്റ് കുത്തനെ ഉയരാൻ കാരണമാകുന്നു. ഇതിന്റെ ആഘാതം നിർമ്മാണ മേഖലയിൽ മാത്രം ഒതുങ്ങുന്നില്ല. സിമന്റ്, കമ്പി, മണൽ, പെയിന്റ്, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് സാധനങ്ങൾ വിൽക്കുന്ന ഹാർഡ്വെയർ കടകൾ തുടങ്ങിയ അനുബന്ധ വ്യാപാര മേഖലകളെല്ലാം ഇത് ബാധിക്കും. മാർക്കറ്റിൽ ലിക്വിഡിറ്റി അഥവാ പണത്തിന്റെ ഒഴുക്ക് കുറയാൻ ഇത് കാരണമായിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടവപ്പാതി അഥവാ മൺസൂൺ എന്നത് വലിയൊരു ചലഞ്ചാണ്. കനത്ത മഴ പെയ്യുന്നതിന് തൊട്ടു മുമ്പ് നടക്കേണ്ട പ്രീ മൺസൂൺ ക്ലീനിംഗ് പ്രവർത്തനങ്ങൾ ഇന്ന് പലയിടത്തും അവതാളത്തിലാണ്. പറമ്പുകളിലെ കാട് വെട്ടിത്തെളിക്കൽ, അതുപോലെ മരങ്ങളുടെ ചില്ലകൾ മുറിച്ചുമാറ്റൽ, വീടുകളുടെ റൂഫിംഗ് അറ്റകുറ്റപ്പണികൾ, ഓടകൾ വൃത്തിയാക്കൽ തുടങ്ങിയ ജോലികൾക്ക് സാധാരണക്കാർ പൂർണ്ണമായും ആശ്രയിച്ചിരുന്നത് ഭായിമാരെയാണ്. മലയാളി തൊഴിലാളികളെ ഇത്തരം ജോലികൾക്ക് കിട്ടാനില്ലാത്തതും ഉള്ളവർ അമിത കൂലി ചോദിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നു. ഇത്തവണ ആളില്ലാത്തതിനാൽ പലയിടത്തും പൊതു ഓടകളും കനാലുകളും മാലിന്യങ്ങൾ മൂടിക്കിടക്കുകയാണ്. ഇത് വരും ദിവസങ്ങളിൽ കനത്ത മഴ പെയ്യുമ്പോൾ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കത്തിനും ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ വൻതോതിൽ പടർന്നു പിടിക്കാനും കാരണമായേക്കാം. ലോക്കൽ ബോർഡുകൾ പോലും തങ്ങളുടെ വാർഡുകളിലെ ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ പ്രക്രിയകൾ എങ്ങനെ പൂർത്തിയാക്കുമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ്. ഇനി നമുക്ക് ഹോട്ടൽ ആൻഡ് ടൂറിസം സെക്ടറിലേക്ക് വരാം. കേരളത്തിലെ ഭക്ഷണ സംസ്കാരത്തിലും ടൂറിസത്തിലും ഹോട്ടലുകൾക്കും തട്ടുകടകൾക്കുമുള്ള സ്ഥാനം വളരെ വലുതാണ്. എന്നാൽ ഇന്ന് പല ചെറുകിട ഹോട്ടലുകളും ഭക്ഷണശാലകളും പൂട്ടലിന്റെ വക്കിലാണ്. പാചക സഹായികളും ഡിഷ് വാഷിങ്ങിനും ക്ലീനിങ്ങിനും ഭൂരിഭാഗം ഹോട്ടലും ആശ്രയിച്ചിരുന്നത് ഈ അതിഥി തൊഴിലാളികളെ ആയിരുന്നു. പുലർച്ചെ 4 മണിക്ക് തുടങ്ങി അർദ്ധരാത്രി വരെ നീളുന്ന കഠിനമായ ഹോട്ടൽ ജോലികൾ ചെയ്യാൻ ലോക്കൽ ലേബേഴ്സിനെ കിട്ടുക എന്നത് അസാധ്യമാണ്. ജീവനക്കാരുടെ കുറവ് കാരണം പല പ്രമുഖ ഹോട്ടലുകളും തങ്ങളുടെ മെനു ചുരുക്കാനും പ്രവൃത്തി സമയം ലിമിറ്റ് ചെയ്യാനും നിർബന്ധിതരായിരിക്കുന്നു. ഇത് നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രിക്കും വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്.
കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഹബ്ബുകളിൽ ഒന്നായ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ പരിശോധിച്ചാൽ ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ ആഴം മനസ്സിലാകും. ഇവിടുത്തെ പ്ലൈവുഡ് വ്യവസായം എന്ന് പറയുന്നത് 24 മണിക്കൂറും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഈ വ്യവസായത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് 100% അതിഥി തൊഴിലാളികളാണ്. എന്നാൽ തൊഴിലാളികളുടെ പെട്ടെന്നുള്ള എക്സഡോസ് അഥവാ മടങ്ങിപ്പോക്ക് കാരണം പല കമ്പനികളും ഷിഫ്റ്റുകളുടെ എണ്ണം 3-ൽ നിന്ന് 1 ചുരുക്കി. ചില ചെറിയ യൂണിറ്റുകൾ താൽക്കാലികമായി ലോക്ക്ഡൌൺ ചെയ്ത അവസ്ഥയിലുമാണ്. ഉൽപാദനത്തിലുണ്ടായ ഈ വൻ കുറവ് മാർക്കറ്റിൽ പ്ലൈവുഡിന്റെ സ്കാസിറ്റിക്ക് കാരണമാവുകയും വിലക്കയറ്റത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. കേരളത്തിന് പുറത്തേക്കുള്ള എക്സ്പോർട്ടിനെയും ഇത് ബാധിച്ചിട്ടുണ്ട്. സമാനമായ അവസ്ഥ തന്നെയാണ് മറ്റ് ചെറുകിട ഉൽപാദന മേഖലകളിലും ഇഷ്ടിക ചൂളകളിലും ഉള്ളത്. തൊഴിലാളികളുടെ എണ്ണത്തിൽ പെട്ടെന്നുണ്ടായ ഈ കുറവ് വിപണിയിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സമവാക്യങ്ങളെ പൂർണ്ണമായി തെറ്റിച്ചു. ഇതോടെ കേരളത്തിൽ അവശേഷിക്കുന്ന തൊഴിലാളികൾ അമിതമായ കൂലി ആവശ്യപ്പെടാൻ തുടങ്ങി. നിലവിൽ ഒരു സാധാരണ അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരു തൊഴിലാളി പോലും ദിവസ വേതനമായിട്ട് 1000 രൂപയോ അതിൽ കൂടുതലോ ആണ് ആവശ്യപ്പെടുന്നത്. ഇതിനു പുറമെ താമസം, ഭക്ഷണം തുടങ്ങിയ മറ്റ് ഫെസിലിറ്റീസും ഉറപ്പാക്കണം. ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് തങ്ങളുടെ വീട്ടിലെ ചെറിയൊരു പ്ലംബിംഗ് പണിയോ പറമ്പ് വൃത്തിയാക്കലോ പോലും ചെയ്യിക്കാൻ കഴിയാത്ത അവസ്ഥയാണിത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും നിർണായകമായ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ തൊഴിലാളികൾ പെട്ടെന്ന് കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയത്? ഇതിനു പിന്നിൽ നിയമപരമായ ചില നടപടികളും അതിലുപരിയായിട്ട് പടർന്നു പിടിച്ച വ്യാജ വാർത്തകളുമുണ്ട്. സംസ്ഥാനത്ത് ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായും അതുപോലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് സർക്കാർ കർശനമായ പോലീസ് വെരിഫിക്കേഷനും ലേബർ രജിസ്ട്രേഷൻ നടപടികളും ആരംഭിച്ചത്. കൃത്യമായ ഡേറ്റാബേസ് ഉണ്ടാക്കുക വഴി കുറ്റകൃത്യങ്ങൾ തടയുകയും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയുമായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇതിനെക്കുറിച്ച് അതിഥി തൊഴിലാളികൾക്കിടയിൽ വലിയ രീതിയിലുള്ള മിസ്ഇൻഫർമേഷൻ പടർന്നു. തങ്ങൾ പിടിക്കപ്പെടുമോ, തടവിലാക്കപ്പെടുമോ, ജയിലിലാകുമോ എന്നൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയും അവരുടെ മാതൃഭാഷകളായ ഹിന്ദിയിലും ബംഗാളിയിലും വൻതോതിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു. ഭാഷാപരമായ പരിമിതികളും അതുപോലെ അധികാരികളുടെ ഭാഗത്തു നിന്ന് താഴെത്തട്ടിൽ കൃത്യമായ കമ്മ്യൂണിക്കേഷന്റെ കുറവും ഈ ഭീതി വർദ്ധിപ്പിച്ചു. ഇതോടെയാണ് പലരും ഉള്ള ജോലിയും ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വണ്ടി കയറിയത്. അതിഥി തൊഴിലാളികൾ ഇല്ലാതെ കേരളത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന റിയാലിറ്റി നമ്മൾ അംഗീകരിച്ചേ മതിയാകും. അതിനാൽ ഈ പ്രശ്നത്തിന് താൽക്കാലികമായ പരിഹാരങ്ങളല്ല, മറിച്ച് ലോങ് ടേം സൊല്യൂഷൻസ് ആണ് കണ്ടെത്തേണ്ടത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കർശനമായ നിയമ നടപടികളും വെരിഫിക്കേഷനും ഉണ്ടാകുമ്പോൾ തന്നെ അത് തൊഴിലാളികളിൽ ഒരു തരത്തിലുള്ള ഭയവും ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അവർക്കായിട്ട് അവരുടെ മാതൃഭാഷകളിൽ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ രജിസ്ട്രേഷൻ പ്രക്രിയകൾ കൂടുതൽ ലളിതമാക്കുകയും കോൺട്രാക്ടർമാർക്ക് ഇതിനുള്ള റെസ്പോൺസിബിലിറ്റി കൃത്യമായി നിശ്ചയിച്ച് നൽകുകയും വേണം. അതോടൊപ്പം തന്നെ അതിഥി തൊഴിലാളികളെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുകയും വേണം. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഇവിടെ നിർമ്മാണവും വികസനവും നടക്കണമെങ്കിൽ ഈ സാധാരണക്കാരുടെ അധ്വാനം നമുക്ക് അനിവാര്യമാണ്. അവരെ സുരക്ഷിതമായി തിരികെ എത്തിക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയില്ല എങ്കിൽ കേരളത്തിന്റെ ഫിനാൻഷ്യൽ ബേസ് ഇളകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.